ഡിയർ ക്രിക്കറ്റ്, ഗിവ് മീ വൺ മോർ ചാൻസ്. 2022 കരുൺ നായർ ട്വിറ്ററിൽ കുറിച്ചതാണ് ഈ വരികൾ. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിർഭാഗ്യം കൊണ്ടോ താരബാഹുല്യം കൊണ്ടോ തഴയപ്പെട്ടുപോയ കഴിവും മികച്ച പ്രകടനങ്ങളുമുള്ള ഒരു ക്രിക്കറ്ററുടെ രോദനം മാത്രമായിരുന്നില്ല ഈ വാക്കുകൾ. ആഭ്യന്തര ക്രിക്കറ്റിൽ വർഷങ്ങളോളം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയവരെ പരിഗണിക്കാതെ IPL-ലെ ഒരു സീസണിലെ പ്രകടനത്തിന്റെ മാത്രം പേരിൽ പലരും ഇന്ത്യൻ ജേഴ്സിയിലെത്തുമ്പോൾ ഞങ്ങളെയും കൂടി പരിഗണിക്കൂ എന്ന ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയായിരുന്നു ഈ വരികൾ. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും അടക്കമുള്ള ക്രിക്കറ്റ് ഇതിഹാസങ്ങൾക്ക് പോലും സാധ്യമാകാത്ത ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി എന്ന ചരിത്ര നേട്ടത്തിനുടമയാണ് കരുൺ നായർ. ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തുടർച്ചയായി മിന്നും ഫോമിലുള്ള താരം. ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് നിരന്തരം തഴയപ്പെട്ട സങ്കടം പരസ്യമാക്കിയ ട്വിറ്ററിലെ ആ വരികൾ ചർച്ചയാകാൻ കഴിഞ്ഞ ദിവസം IPL-ൽ ഡൽഹിക്ക് വേണ്ടി 40 പന്തിൽ നിന്നും 86 റൺസ് എന്ന വെടിക്കെട്ട് പ്രകടനം വരെ കാത്തിരിക്കേണ്ടി വന്നു. അത്ര ഗംഭീരമായിരുന്നു മുംബൈക്കെതിരെയുള്ള ആ ബാറ്റിംഗ് പ്രകടനം. ഇന്ന് ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച ബൗളറായി അറിയപ്പെടുന്ന ബുംറയെ തലങ്ങും വിലങ്ങും ബൗണ്ടറി പായിച്ചു ചൊടിപ്പിച്ച ഇന്നലത്തെ ആ പ്രകടനം സമീപകാല ക്രിക്കറ്റിലെ തന്നെ വേറിട്ട കാഴ്ചകളിൽ ഒന്നായിരുന്നു. 2016-ൽ 3 ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിലേക്ക് വിളിവന്ന കരുൺ നായർക്ക് പക്ഷേ അധികകാലം ടീമിൽ തുടരാൻ കഴിഞ്ഞിരുന്നില്ല. ടെസ്റ്റിൽ വീരേന്ദ്ര സെവാഗിനു ശേഷം 300 റൺസ് നേടിയ ഏക ഇന്ത്യൻ താരത്തിന് ടെസ്റ്റിൽ മികച്ച ഭാവി പ്രതീക്ഷിച്ചെങ്കിലും അജിങ്ക്യ രഹാന ടീമിലേക്ക് തിരിച്ചു വന്നതോടെ ടെസ്റ്റ് ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നീടൊരിക്കലും ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നില്ല എന്ന് മാത്രമല്ല, ടെസ്റ്റ് ശൈലിയിൽ ബാറ്റ് വീശുന്ന താരമെന്ന ലേബൽ ചാർത്തിയതുകൊണ്ട് IPL-ൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനോ ശ്രദ്ധ പിടിച്ചു പറ്റാനോ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. അതിനെല്ലാം മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നും പ്രകടനം. തന്റെ ബാറ്റിംഗ് പാടവം എന്താണെന്ന് ക്രിക്കറ്റ് ലോകത്തിനു മുമ്പിൽ ഈ ഒരു ഇന്നിംഗ്സോടെ കാണിച്ചു കൊടുക്കാൻ കരുൺ നായർക്ക് കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഇന്ത്യൻ സെലക്ടേഴ്സിനോടാണ്. ടെസ്റ്റ് ഫോർമാറ്റിലുള്ള രഞ്ജി ട്രോഫിയിൽ മികച്ച ഫോമിലാണ് കരുൺ. 2020 ഫോർമാറ്റിൽ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും മിന്നും പ്രകടനങ്ങൾ. OD ഫോർമാറ്റിൽ വിജയ് ഹസാര ട്രോഫിയിലും അയാൾ നിരന്തരം കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ 9 വർഷങ്ങൾക്ക് മുമ്പേ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ തന്റെ കേവലം 5ാം ടെസ്റ്റിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി എന്ന നേട്ടവും. അയാൾ ഇനിയും കാത്തിരിക്കണം. ഹർഷിത് റാണയെ പോലെ ഒരു താരം IPL-ലെ ഒരു സീസണിലെ പ്രകടനം മാത്രം വിലയിരുത്തി 1.5 മാസത്തിനുള്ളിൽ 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിരുന്നു. ഒരൊറ്റ IPL സീസണിലെ പ്രകടനത്തിന്റെ പേരിൽ ശിവൻ ദുബെ ഇന്ത്യൻ 2020 ലോകകപ്പ് ടീമിൽ വരെ കയറിപ്പറ്റി. എന്നിട്ടും എന്താണ് കരുൺ നായരുടെ അയോഗ്യത?